ഹലോ ഗൈസ്, ഇന്നിവിടെ ഞാനൊരു ഇറാനി പോളൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിതാ എടുത്ത് വെച്ചിട്ട് ചിക്കൻ നല്ലതാ ഒന്ന് വേവിച്ചെടുത്തതാ. അപ്പോൾ ഇതൊന്നും കൂടി നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ ഒരു അടുപ്പിൽ ഇതാ ഗ്യാസ് കത്തിച്ച് ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊന്ന് കുറച്ചൊരു ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ചിക്കൻ ഒന്ന് നല്ലോണം ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതൊന്നിട്ട് കൊടുക്കാം. ഇറച്ചി നല്ലോണം ഇതാ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതിൽ തന്നെ ഒരു സ്പൂണിൻ്റെ അത്ര ഓയിൽ ഒഴിച്ചു കൊടുക്കാം. തന്നെ ഞാനിതാ ഇതിൻ്റെ മസാല വഴറ്റാനുള്ള ഉള്ളി ഞാനിതവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. ഈ ഉള്ളി ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉള്ളി വഴറ്റാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി നല്ലോണം വഴന്ന് തരട്ടെ. അപ്പം നമ്മുടെ ഉള്ളി നല്ലോണം വഴന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മൂന്നും കൂടിയിട്ട് ഞാൻ നല്ലോണം ചതച്ചെടുത്തതാണ്. അപ്പം അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അധികം അങ്ങോട്ട് അരിഞ്ഞിതാണ്ട ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതും കൂടി നല്ലോണം വഴറ്റാം. അപ്പം ഇതിലേക്ക് തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ അത്ര മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മസാലപ്പൊടി എടുക്കാൻ ഒരു ചെറിയ സ്പൂണ് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാം. ഒന്നും കൂടി നല്ലോണം ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഒന്നും കൂടി നല്ലോണം വഴന്ന് നല്ലോണം ഇതായി വരണം. അപ്പം നമ്മളിതാ ഉള്ളിയെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ പൊരിച്ച് വെച്ച ഇറച്ചിയും ഇട്ട് കൊടുക്കാം. ഒരു കൈലിത്തര മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഇതെല്ലാം നല്ലോണം നോക്കാം. ഇതേപോലെ ഉണ്ടാക്കാം. അപ്പം ഇതേ മസാല ഇപ്പം നല്ലോണം റെഡിയായി. ഇപ്പം തീയൊന്ന് ഓഫാക്കാം. ഇതൊന്നിവിടെ മാറ്റി വെക്കാം. മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മിക്സിയിലേക്കൊന്ന് ഞങ്ങൾക്ക് 4 മുട്ടൻ്റെ ഇതുണ്ടാക്കുന്നത്. അപ്പം ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ഇപ്പം കൂടുതൽ വലിയ എത്ര മുട്ട വേണ്ടിയത് എടുക്കാം. അപ്പോൾ ഇതാ ഒരു ഗ്ലാസ് പാലും ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ വെളുത്തുള്ളി ചെറുതായതിനെ കൊണ്ട് ഞാൻ ഇതാ 4-5 എടുത്തേക്ക് അതും ഇട്ട് കൊടുക്കുക. ഇതെന്തായാലും ഇതിന് വേണ്ടിയതാ മസ്റ്റ്. അതെന്തായാലും നിങ്ങൾ എടുക്കണം. അപ്പം അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊരു ഗ്ലാസ് മൈദപ്പൊടി ഇതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്കിതൊന്ന് മിക്സിയിൽ നിന്ന് അടിച്ചെടുക്കാം. മുട്ടയും മൈദയും പാലും കൂടി അടിച്ചെടുത്ത് ഇതേ ലൂസിൽ ഇതുപോലെ അടിച്ചെടുക്കാം. അതേ അളവിൽ തന്നെ ഒരു ഗ്ലാസ്സിന് ഒരു മൈദ ഇട്ടത് 4 മുട്ടയും. അപ്പോൾ ഇതൊന്ന് ഞാനിപ്പോൾ അടുപ്പിലേക്ക് പാത്രം വെച്ചിട്ടുണ്ട്. അടിയിൽ പഴയ എന്തെങ്കിലും അത് വെക്കാൻ ഞാനിപ്പോൾ ഒരു പഴയ
ചപ്പാത്തി കലണ്ടിട്ട് എടുത്ത് വെച്ചതാ. അതിൻ്റെ മേലെ ഇത് വെക്കാം. കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഒഴിച്ച് ബാക്കി ഇത് ഇവിടെ തന്നെ ഉണ്ട്. ഇനി ഇത് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് സെറ്റായിട്ട് വരുന്നേരം ഒന്ന് ഇങ്ങനെ തട്ടിക്കൊടുക്കാൻ. എന്നിട്ട് ഇതൊന്ന് കുറച്ചൊന്ന് വെന്തൊന്ന് വലിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇത് ഒഴിച്ചതൊന്ന് നല്ലോണം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഇനി നമ്മളൊന്ന് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് ഞാൻ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ് ഇറാനി പോള. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്യണം. ഇപ്പോൾ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മൾ അരിക്കോട്ട് അങ്ങോട്ട് അങ്ങനെ ഇട്ട് കൊടുക്കണ്ട, നടുക്കന്നെ ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെ ഈ പാത്രത്തിൻ്റെ ഇങ്ങനെ ചുറ്റും ഉള്ളിൽ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാൻ നിൽക്കണ്ട. നമ്മൾ പിന്നെ ഇതിൻ്റെ മേലെ ഇപ്പോൾ ഇത് ഒഴിക്കുന്നേരം പൊട്ടാണ്ട് ആവും. മസാല എല്ലാം നല്ലോണം റെഡിയായി ഇട്ട് കൊടുക്കുക. അപ്പം ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഈ ഒഴിച്ച ബാക്കി ഉള്ളത് കൂടി ഇതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കാം. ആദ്യം അരിക്കുന്നേ ഒഴിച്ച് വരാം. വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ തക്കാളി കട്ട് ചെയ്താണ് വെച്ച് കൊടുക്കുന്നത്. ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. വെച്ച ഈ മസാല എടുത്ത് വെച്ച ചിക്കൻ്റെ പീസും ഓരോരു തേയില എടുത്ത് വെച്ച് കൊടുക്കാം. ഇത്തിരി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം അടച്ച് നല്ലോണം വേവിച്ചെടുക്കാം. അപ്പം നമ്മളിതാ പോള നല്ലോണം 20 മിനിറ്റായി. ഇപ്പം നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇതാണ് നല്ലോണം പൊന്തി നല്ല സോഫ്റ്റായിട്ട് നല്ലോണം പൊന്തി വന്നിട്ട് ഇപ്പം ഇതിന് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ നല്ലോണം അടിപൊളിയായിട്ട് റെഡി ആയിട്ട് ഇവിടെ ഉണ്ട്. ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി. നല്ല ടേസ്റ്റുള്ള പോളാണ് ഇറാനി പോള. അപ്പം അത്ര സാധനങ്ങൾ ഇത് വേണ്ടു, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്യാൻ ഉണ്ടാക്കാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല പഞ്ഞി പോലെ ഉണ്ട്, അടിപൊളി. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.